നമുക്ക് രണ്ടുപേർക്ക് അറിയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ കുഞ്ഞിനെ ഞാൻ ചേട്ടായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്തിട്ടാണ്. ഓക്കെ ഗൈസ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്തപ്പോഴും അതിൻ്റെ താഴെയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം സത്യം മനസ്സിലാക്കട്ടെ, എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അൺസബ് അടിച്ചിട്ട് പോകാം, നിങ്ങൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഉറച്ച തീരുമാനത്തോടെ നിൽക്കുന്ന ഒരാൾ തന്നെ, ഉറച്ച തീരുമാനത്തോടെ തന്നെ ഞാനിവിടെ നിൽക്കുന്നത്, നല്ല രീതി ഉറച്ച് തന്നെ കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എല്ലാവരും പറയുന്നത് ഇവിടെ രേണുസുതിയാണ് തുടക്കം ഇട്ടത്, ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ചിലപ്പം ശരിയാണ്, ചിന്തിച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ പിടിച്ച് അവനെ ഇട്ടു എന്നുള്ള രീതിയിലായിരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. അറിയത്തില്ല, ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഉദപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തോ ആകട്ടെ, കിടക്കുമ്പത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് ഇവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ അതൊക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ. ഓക്കെ, ഈ ഒരു കാര്യം അവർ പറഞ്ഞതാണ്. അത് പിന്നെ അവസാനം കിച്ചുവിന് നെഗറ്റീവായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിച്ചുവിന്റെ കമന്റ് ബോക്സിൽ കിടന്ന് തെറിവിളി, പിന്നെ അണ്ണം പ്രാങ്ക് ചെയ്യുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഈ പറയുന്ന ഒരു ടാസ്ക് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അതാണ് കൂടുതലും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അവനതും അതിൻ്റെ തിരക്കും പിന്നെ ആ വീഡിയോയുടെ താഴെ വന്ന കുറേ കമൻസ് ഒക്കെ വെച്ചിട്ട് അവൻ ഒരു വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ ആണ് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തത്. ഇത് പിന്നെ എന്ന് കുറേ എണ്ണം വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് മെഴുകിയായിരുന്നു. ഓക്കെ, ഇവൻ അവിടെ ചെന്നിട്ട് ഈ പറയുന്ന കൂട്ട് വീട്ടിൽ മാത്രം ചെന്ന് ജസ്റ്റ് റിതപ്പനുമായിട്ട് കളിച്ചിട്ട് അവൻ തിരിച്ചു പോകുമായിരുന്നു. അല്ലാതെ അവൻ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് വേറെ കാര്യം. ഇനി അടുത്ത് വേണ്ട ഈ ഒരു വീഡിയോ, ഇത് ഞാൻ കുറച്ച് മാത്രമേ എനിക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ഞാൻ പോവാൻ തീരുമാനിച്ചു. അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടം കൊണ്ട് വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് കിച്ചു അവനോട് പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എന്റെ കിച്ചു ഞാൻ കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഇവിടെ കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് അർത്ഥം ഇല്ല. ഇന്നോ എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ കെട്ടുപോയതാണ്. പിന്നെ അതിന്റെ അവൻ ഈ ഒരു കാര്യവും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ രേണുവിന്റെ സബ്സ്ക്രിപ്ഷനും കാണിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ഫ്ലാറ്റ് നമ്മുടെ ആൾക്കാർ വീണല്ലോ, നമ്മുടെ ആൾക്കാർ വീഴുമല്ലോ, 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഫോളോ ചെയ്യാത്തവർക്ക് ചിലപ്പോൾ കൂടുതലും കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പല ആൾക്കാർക്കും അറിയാം. അത് അത്രയും വലിയൊരു തെറ്റ്. ഇവിടുത്തെ കുറേ ആൾക്കാർ അത് ക്ഷമിച്ച് അവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എന്ന് കാണുമ്പോഴാണ് അതിനേക്കാളും വലിയ വിഷമം വരുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഓരോ കള്ളങ്ങളും പിന്നെന്താ പറയണ്ടേ, ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങളും നമ്മളെല്ലാം പുറത്തു കൊണ്ടുവരും. എന്തിന് നമ്മുടെ രേണുസുതിയുടെ തന്നെ എല്ലാം പുറത്തു കൊണ്ടുവന്ന് നമ്മളൊക്കെ തന്നെ അതേ പരിപാടി, അതിനേക്കാളും ഡോസ് കൂടി ഐറ്റം ചെയ്തിട്ട് അവനെ പുണ്യാളനാക്കുന്നതിൻ്റെ എനിക്ക് ഒട്ടും യോജിപ്പില്ല, സത്യമായിട്ട് പറഞ്ഞാൽ. പിന്നെ അവൻ്റെ ഒരു സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുഞ്ഞിലത്തെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചതൊന്നും ഒരു മനുഷ്യന് ഒരു ഈച്ചയ്ക്ക് അറിയത്തില്ല. അത് അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ പോലും അതും മനസ്സിലാക്കാൻ ഒരാൾ കൂട്ടാകത്തില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലിരിക്കട്ടെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലിരിക്കട്ടെ. എനിക്ക് മാത്രമല്ല, നിങ്ങളൊക്കെ ആരൊക്കെ ഈ ഒരു വിഷയത്തിൽ, ഈ രേണുവിൻ്റെ വിഷയത്തിൽ കൂടുതൽ ഇപ്പം ഈ അടുത്ത സമയത്താണെങ്കിലും കൂടുതൽ ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട്, അവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് എന്തിനാണ് അവരൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് മാന്യത കീപ്പ് ചെയ്യണം, അതാണ് ജെന്യുവനായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും. അതേ അവരൊക്കെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം. പിന്നെ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഇത് കാണുന്ന പ്രേക്ഷകർ ഒട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല.
ഉറപ്പാണ്. കാരണം അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ കാര്യം അറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, എൻ്റെ വാക്കുകൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ പേഴ്സണലി എന്നെ വിളിച്ചിട്ട് 2-3 ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഞാൻ അതിനായിട്ടുള്ള കാര്യങ്ങളും മറുപടിയും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഞാൻ ശരിയാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞവർ ശരി. അതുകൊണ്ട് ഞാൻ എത്ര ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്താനോ ഒന്നും നിൽക്കുകയൊന്നും ചെയ്യുന്നില്ല. എനിക്കിപ്പം ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, സഹതാപം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ്സ് ഇവർ ഭയങ്കര സപ്പോർട്ടാണ്. കിച്ചുവിൻ്റെ തീരുമാനമാണ് ശരി, ആ വീഡിയോയിൽ ഇതൊക്കെ കണ്ട് നിൻ്റെ മാനസികാവസ്ഥ വിവരം കേട്ടവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ, സപ്പോർട്ട് കിച്ചു. ഓക്കെ, ഒരു മകൻ എന്ന നിലയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മകനെന്ന നിലയ്ക്ക് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ പൊന്നെ ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കണോ കരയണോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ആൾക്കാരുടെ ഓരോരോ രീതികളെ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മയായാലും രണ്ടാനമ്മയായാലും ഒരു മോനെ കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് നീ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. നിന്നെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതെ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അത് പിന്നെ പുറത്തിട്ട യൂട്യൂബേഴ്സ് തന്നെയാണ് അതിനകത്ത് പുറത്തിടുകയൊക്കെ ചെയ്തത്. ഓക്കെ, കിച്ചു നിനക്ക് എന്താണ് ശരി അത് നീ ചെയ്. അനിയനെ നോക്കുക, അമ്മയുടെ അസുഖം മാറട്ടെ, എല്ലാം ശരിയാവും. നിന്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കുകയും നിനക്ക് സ്നേഹിക്കാനും നല്ലവരും കൂട്ടി വരട്ടെ എന്നുള്ള രീതിയിൽ കമൻറ്റ്. ക്ഷമിക്കുക കിച്ചു, നീ ഇനി രേണുവിനെ അങ്ങനെ ചെയ്യില്ലായിരിക്കും. നിന്റെ ഭാഗത്ത് ശരിയുണ്ട്, ക്ഷമിക്കുക, എല്ലാം മറന്നു കാണാൻ പോകണം എന്നൊക്കെയുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ ചെക്കനെ വാനോളം കൊടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എടാ, ഞാനും അവനെ സപ്പോർട്ട് ചെയ്തടാ. ഞാനും എന്താ പറയണ്ട, അവൻ്റെ വിഷമങ്ങളിൽ അവൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ ഞാനും അതിൽ പങ്കുചേർന്നൊരു വ്യക്തിയാണ്. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് ഇവരെ തെറി പറഞ്ഞ ഒരുത്തനാണ്, സത്യമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അതിൻ്റെ വേരന്വേഷിച്ചു പോയി. അത് അതിനേക്കാളും വലിയ കഥകളാണ്. അതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഗൈസ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആരൊക്കെയാണ് അവർക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ഒരു സ്റ്റാൻഡിലേ നിൽക്കത്തുള്ളൂ. എനിക്കത് അങ്ങനെയാണ് ആ ഒരു സംഭവത്തിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡാനി എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുക, സ്റ്റാൻഡിലെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. സാരമില്ല, കുഴപ്പമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും മനസ്സിലാവും എന്നതാണ് കാര്യം, എന്താണ് കാര്യം എന്നുള്ള രീതിയിലൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സിൽ ഇരുന്നിട്ട് ഭയങ്കര തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ്. നിനക്ക് എന്തറിയണം, നീ അങ്ങനെയാണ്, മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ കിടന്ന പോലെ തെറി വിളിക്കുന്നു. നിങ്ങൾക്കറിയത്തില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കും, ഇത്രയൊക്കെ ഞാൻ ഉറച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഓക്കെ, തോന്നിയില്ലെങ്കിലും നമുക്കെന്താണ്, എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം പറയും, സംസാരിക്കും, പോകും, ഉറപ്പായിട്ടും. എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഞാൻ പോകും. പിന്നെ ഇവറ്റവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കറിയാവുന്നൊരു പേഴ്സണൽ കാര്യങ്ങളും സ്വർണ്ണക്കടത്ത് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഈ ചെക്കനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടിയില്ല എല്ലാത്തിനും ഞാൻ എതിർപ്പാണ്. അതും കൂടെ പറഞ്ഞേക്കാം, ഇനി അതും പിടിച്ച് കയറണ്ട. ബൈ.